ആ ബോണസ് പ്രശ്നം 9 ദിവസത്തെ സ്ത്രീ തൊഴിലാളികളുടെ ഉപരോധ സമരം കൊണ്ട് പാട്ടും പാടി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. സമരം ചെയ്ത തൊഴിലാളികൾ അവകാശപ്പെടുന്നത് മാതിരി ഇതൊരു തൊഴിലാളി സമരമായിരുന്നില്ല, മറിച്ച് സ്ത്രീ തൊഴിലാളി സമരമായിരുന്നു. സമരത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കളെ 7 അയൽപക്കത്ത് എവിടെയും അവരടിപ്പിച്ചില്ല. ഇടത് വലത് ഭേദമന്യേ ട്രേഡ് യൂണിയൻ നേതാക്കൾ മുഴുവൻ കളത്തിന് പുറത്തായിരുന്നു. ഈ സമരം മലയാളികളുടെ മുന്നിൽ വയ്ക്കുന്ന പുതിയ മാതൃക എന്ത് എന്ന നിലയ്ക്കുള്ള ചർച്ചകൾ പോലും ആരംഭിക്കാൻ പാകത്തിൽ ഗൗരവതരമായ അടിസ്ഥാനപരമായ വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ പോകുന്നുവോ ട്രേഡ് യൂണിയൻ രംഗം എന്ന നിലയ്ക്കുള്ള ചർച്ചകൾ പോലും ആരംഭിക്കുന്നു. ഈ സമരത്തിൻ്റെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമരം വിജയിച്ചു എന്നിടത്തു നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് കാണുക. മാതൃഭൂമിയുടെ ലീഡ് വാർത്ത മൂന്നാർ വിജയം എന്നാണ് അതിന് നൽകിയിരിക്കുന്ന ശീർഷകം. മൂന്നാർ ഇപ്പോൾ ഒരു പ്രദേശമല്ല, മറിച്ച് ഒരു പ്രതിഭാസമായി മാറിയിരിക്കുന്നു. മൂന്നാർ വിജയം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ വിജയം, തൊഴിലാളികളുടെ വിജയം എന്ന് പറഞ്ഞാൽ സ്ത്രീ തൊഴിലാളികളുടെ വിജയം. അങ്ങനെ നടക്കുമ്പോൾ ഈ സമരം തീർച്ചയായും അനന്യ സ്വഭാവത്തോടു കൂടിയ ഒരു സമരമായി തീർന്നു. ട്രേഡ് യൂണിയനോ നേതാക്കളോ സമരത്തിന് വേണ്ട, അനിവാര്യമല്ല എന്നിടത്തേക്ക് അതെത്തുന്നു. പിണറായി വിജയനും ഗുരുദാസനും VM സുധീരനുമൊക്കെ പറഞ്ഞതുപോലെ തൊഴിലാളി വികാരത്തെ അവഗണിച്ച നേതൃത്വം സ്വയം ബഹിഷ്കൃതമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപക്ഷെ ട്രേഡ് യൂണിയൻ നേതാക്കളും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും കേരളത്തിൽ അടിയന്തരമായി വായിച്ചെടുക്കേണ്ട ചുവരെഴുത്ത് അതുതന്നെയാണ്. 9ാം രാവിലാണ് സമരം വിജയിച്ചത്. 20% ബോണസ് അത് 21-ാം തീയതി തന്നെ വിതരണം ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ അവരുടെ ദിവസക്കൂലി 231 രൂപയാണെങ്കിൽ അത് 500 ആക്കണമെന്നാണ് ആവശ്യം. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും ഏകദേശം 230ഓളം രൂപ ലഭിക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളികൾ നൽകുന്നത് 600 രൂപയാണ് ദിവസക്കൂലിയെങ്കിൽ വർഷങ്ങളായി 231 രൂപയ്ക്കും അതിന് താഴെയും ജോലി ചെയ്യുന്ന രാപകൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികളുടെ അവസ്ഥ കഷ്ടമാണ്. സമരവീര്യം ചോരാതെ തൊഴിലാളികളുടെ മനസ്സിൽ തന്ത്രങ്ങളുടെ വിത്തെറിഞ്ഞത് എവിടെ നിന്ന്? കേരള പോലീസിനെയും ഇൻ്റലിജൻസിനെയും കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണിത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തീവ്ര സമരങ്ങളിലെ അപൂർവതയാണ് മൂന്നാറിൽ കണ്ടത്. പ്രാദേശിക നേതാക്കളെ ചെരുപ്പും വടികൊണ്ടും വിരട്ടിയോടിച്ച് സ്ത്രീകൾ മാത്രം പങ്കെടുത്ത സമാനതകളില്ലാത്ത പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് വ്യക്തമായ തയ്യാറെടുപ്പോടെയായിരുന്നു എന്നാണ് ഇൻ്റലിജൻസിൻ്റെ നിഗമനം. മൊബൈൽ ഫോണിലൂടെയായിരുന്നു തൊഴിലാളികളുടെ ഓപ്പറേഷൻ. സമരരീതിയും തന്ത്രങ്ങളും മെനഞ്ഞ ശേഷം തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലായങ്ങളിലേക്ക് പ്രധാന വ്യക്തിക്ക് മൊബൈലിലൂടെ വിവരം കൈമാറും. ഇത് തൊഴിലാളികൾക്കിടയിൽ പ്രചരിപ്പിച്ചാണ് ആളെ കൂട്ടുന്നത് എന്നും കണ്ടെത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ഇതൊക്കെ പുറത്തേക്ക് വന്നുകൂടായികയില്ല. ആ പോലീസ് സൂചിപ്പിക്കുന്ന ആജ്ഞാത കേന്ദ്രമുണ്ടല്ലോ, പോലീസ് ഇൻ്റലിജൻസ് സൂചിപ്പിക്കുന്ന ആ അജ്ഞാത കേന്ദ്രം എപ്പോഴാണ് പുറത്തു വരുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതിശക്തമായി അത് പുറത്തേക്ക് വന്നാൽ അതിന് കുറ്റപ്പെടുത്തിക്കൂടാ. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം യഥാർത്ഥത്തിൽ ആ വംശമഹിമ വിളംബരം ചെയ്യാൻ പോകുന്ന ഭാവി ത്രെട്ടുകൾ, ആ ഭീഷണികൾ എന്ത് എന്നൊക്കെ കേരളത്തിൻ്റെ പൊതു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ സമരത്തെ ഏകപക്ഷീയമായി ഉയർത്തിപ്പിടിക്കുന്നവർ പിന്നീട് ആ നിലയ്ക്ക് ചിന്തിച്ചു കൂടായികയില്ല. അത്തരം സാഹചര്യമാണ് സംജാതമാകുന്നത്. ജിതിൻ റാം മാഞ്ചി എന്ന നേതാവ് ഉടക്കി. സീറ്റ് വിഭജനം ബീഹാറിൽ കീറാമുട്ടിയായി. ജിനേഷ് പുനത്ത് ആ വാർത്ത ദില്ലിയിൽ നിന്ന് മംഗളത്തിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിങ്ങനെ: മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പാളയം വിട്ടെത്തിയ ജിതിൻ റാം മാഞ്ചി ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ BJPക്ക് തലവേദനയാകുന്നു. മാഞ്ചിയുടെ കടുത്ത നിലപാട് സീറ്റ് വിഭജന ചർച്ചകൾ കല്ലേടിയായി. ആവശ്യമെങ്കിൽ മാഞ്ചിയെ തള്ളി മുന്നോട്ട് പോകാനും BJP തീരുമാനമെടുത്തു. ഇന്ന് ഏത് വിധേനയും പരിഹാരമുണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP നേതൃത്വം. പ്രശ്നപരിഹാരം അതിവേഗമാക്കാൻ BJP അധ്യക്ഷൻ അമിത്ഷാ തൻ്റെ കർണാടക യാത്ര മാറ്റിവെച്ച് അവിടെ കാത്തു നിൽക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മോദി വീണ്ടും വിദേശത്തേക്ക്. ഇത്തവണ അദ്ദേഹം അയർലൻഡും അമേരിക്കയും സന്ദർശിക്കും. തീർന്നില്ല, അമേരിക്കയിലെ ഫേസ്ബുക്ക് ആസ്ഥാനവും സന്ദർശിക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ ദീപിക തരുന്നത് ഇപ്രകാരം: സഞ്ചാരപ്രിയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 22-നും 23-നും അയർലൻഡും 24 മുതൽ 28 വരെ അമേരിക്കയും സന്ദർശിക്കും. ഇത്തവണ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് അടുത്തുള്ള പാവുലോ ആൾട്ടോയിലെ ഫേസ്ബുക്ക് ആസ്ഥാനത്തും 27-ന് മോദി സന്ദർശനം നടത്തും. അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയാലുടൻ നവംബർ 7-ന് സൗദി അറേബ്യയും 12 മുതൽ 14 വരെ ഇംഗ്ലണ്ടും 15-16 തീയതികളിൽ തുർക്കിയും 20 മുതൽ 22 വരെ മലേഷ്യയും മോദി സന്ദർശിക്കും. ഇസ്രയേൽ, പാലസ്തീൻ, സിംഗപ്പൂർ, ഫ്രാൻസ്
എന്നീ രാജ്യങ്ങളും വൈകാതെ സന്ദർശിക്കാനും പ്രധാനമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്.